ഇനി ലങ്കയുടെ പൂർവചരിത്രം പറയാം. പണ്ടൊരിക്കൽ ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ വിശപ്പുണ്ടായി. അസമയത്ത് വിശപ്പുണ്ടായതിൽ ബ്രഹ്മാവ് കോപിഷ്ഠനായി. കോപാകുലമായ മുഖത്തുനിന്ന് ഹേതി എന്ന രാക്ഷസനും വിശപ്പിൽ നിന്ന് പ്രഹേതി എന്ന യക്ഷനും ഉത്ഭവിച്ചു. രാക്ഷസൻ അധർമ്മിയും യക്ഷൻ ധർമ്മിയുമായി തീർന്നു. ഹേതി എന്ന രാക്ഷസൻ കാലന്റെ സഹോദരിയായ ഭയയെ വിവാഹം കഴിച്ചു. അവർക്ക് വിദ്യുകേശൻ എന്നൊരു പുത്രൻ ജനിച്ചു. അയാൾ സന്ധ്യയുടെ പുത്രിയായ സാലകടങ്കയെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു ശിശു ജനിച്ചു. ശിശുവിനെ മന്ധര പർവ്വതത്തിന്റെ താഴ്വരയിൽ ഉപേക്ഷിച്ച ശേഷം വിദ്യുകേശനും സാലകടങ്കയും കടന്നുകളഞ്ഞു. ആ ഘട്ടത്തിൽ ശിവനും പാർവതിയും കൂടി വൃഷഭാരൂഢരായി ആ വഴിക്ക് വന്നു. അവർ ശിശുവിനെ അനുഗ്രഹിച്ചു. ഉടൻ തന്നെ ശിശു യൗവനം പ്രാപിച്ചു. ശിവൻ ആ കുട്ടിക്ക് സുകേശൻ എന്ന പേരിട്ടു. സുകേശൻ മണിമയൻ എന്ന ഗന്ധർവന്റെ പുത്രിയായ ദേവവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് മാല്യവാൻ, സുമാലി, മാലി എന്ന 3 പുത്രന്മാർ ജനിച്ചു. പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇവർ 3 പേരും ജനിച്ചപ്പോൾ തന്നെ യൗവനയുക്തരായി. അതിന്റെ ശേഷം മാല്യവാനും സുമാലിയും മാലിയും കൂടി ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ത്രിലോക വിജയത്തിനുള്ള വരം വാങ്ങി. അവർ അച്ഛന്റെ അടുക്കൽ തിരികെ വന്നു. ധർമ്മിഷ്ഠരായി ജീവിക്കണമെന്ന് അച്ഛൻ ഉപദേശിച്ചത് അവർക്ക് പിടിച്ചില്ല. പരാക്രമികളായ 3 കൂടി ലോകം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളെ ഉപദ്രവിച്ചു. അവർ വിശ്വകർമാവിനെ സമീപിച്ച് ഒരു സുന്ദരമായ നഗരം പണിതു തരണമെന്ന് ആജ്ഞാപിച്ചു. തെക്കേ സമുദ്രത്തിന്റെ മധ്യത്തിൽ ത്രികൂട പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ ഒരു നഗരം പണിതു കൊടുക്കാമെന്ന് വിശ്വകർമാവ് സമ്മതിച്ചു.